ഇന്ത്യൻ ആർമി ആ പേര് തന്നെ വ്യത്യസ്ത ആളുകളിൽ വ്യത്യസ്ത വികാരങ്ങൾ കൊണ്ടുവരുന്നു. ശത്രുക്കൾക്കത് ഭയം കൊണ്ടുവരുന്നു, സാധാരണ പൗരന്മാർക്കത് സ്നേഹവും അഭിമാനവും സുരക്ഷയും കൊണ്ടുവരുന്നു. ഇത് വെറും ഒരു പേരല്ല, ഇത് ഒരു വികാരമാണ്. ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രതീകമാണ്. ഈ പേരിൻ്റെ മഹത്വം നിലനിർത്താൻ നിരവധി ധീരരായ അമ്മമാരുടെ പുത്രന്മാർ രണ്ടാമതൊന്നും ആലോചിക്കാതെ ജീവൻ ബലിയർപ്പിച്ചു. ഇന്ത്യൻ ആർമി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ അഭിമാനഭരിതമാക്കുന്ന ആ നിർഭയ യോദ്ധാക്കളെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. നിരവധി ധീരതയുടെ കഥകളിൽ ചിലത് പറഞ്ഞിട്ടുണ്ട്, ചിലതിപ്പോഴും കേൾക്കപ്പെടാതെ കിടക്കുന്നു. അത്തരത്തിലുള്ള ഒരു കഥയാണ് റെയ്വിൻ ഗ്രേവ്. ഇന്ത്യൻ സൈന്യത്തിലെ ഒരു ധീര സൈനികനായ നായിക് ഷെഹ്റാസിൻ്റെ കഥ. പലരും അദ്ദേഹത്തെ മാലിക് സാബ് എന്നും വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഥ ഇന്ത്യൻ സൈന്യത്തിൻ്റെ യഥാർത്ഥ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു. സൈന്യത്തിലെ ജീവിതം ആശ്വാസം നിറഞ്ഞതാണെന്നും പതിയിരുന്നുള്ള ആക്രമണങ്ങൾക്കിടയിലും സൈനികർ സമാധാനത്തോടെ ഉറങ്ങുന്നുവെന്നും അവർ ദൗത്യങ്ങൾക്ക് പോവുകയും വിഷമിക്കാതെ മടങ്ങുകയും ചെയ്യുന്നുവെന്നും എല്ലാം എളുപ്പമാണെന്നും കരുതുന്നവർ പലപ്പോഴും ഉണ്ട്. എന്നാൽ സത്യം വളരെ വ്യത്യസ്തമാണ്. ഒരു സൈനികനെടുക്കുന്ന ഓരോ ചുവടും ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഓരോ രാത്രിയിലും അവർ ഒരു കണ്ണ് തുറന്നുറങ്ങുന്നു, ഒരു നിമിഷം കൊണ്ട് പ്രതിരോധിക്കാൻ തയ്യാറാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ യൂണിഫോം ആത്മാർത്ഥതയോടെയും അഭിമാനത്തോടെയും തിളക്കത്തോടെയും തോന്നിയേക്കാം. പക്ഷേ അതിന് പിന്നിൽ വേദനയുടെയും ത്യാഗത്തിൻ്റെയും രാഷ്ട്രത്തെ സേവിക്കാനുള്ള ജ്വലിക്കുന്ന അഭിനിവേശത്തിൻ്റെയും കഥകളുണ്ട്. ഈ കഥ ഒരു പട്ടാളക്കാരനെ കുറിച്ചല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നതിൻ്റെ അർത്ഥവത്തായ കാര്യത്തെക്കുറിച്ചാണ്. യഥാർത്ഥ നായകന്മാർ സിനിമകളിലല്ലെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അവർ നമുക്കിടയിൽ നടക്കുന്നു, നമ്മെ സംരക്ഷിക്കുന്നു. ചിലപ്പോൾ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി അവർ എല്ലാം ഉപേക്ഷിക്കുന്നു, സ്വന്തം ജീവൻ തന്നെ. പക്ഷേ അത് ശരിക്കും സത്യമാണോ? അതെ, സുഖസൗകര്യങ്ങൾക്കോ ആവേശത്തിനോ വേണ്ടിയല്ല, മറിച്ച് രാജ്യത്തെ സേവിക്കുക എന്ന സ്വപ്നവുമായി ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന ധീരനായ സൈനികനായ നായിക് ഷെഹ്റാസ് അറഫിൻ്റെ കഥയാണത്. വ്യക്തിപരമായി ജീവിതം ദുഷ്കരമായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ദൗത്യം ലളിതമായിരുന്നു. ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തെ സൈന്യത്തിലേക്ക് വലിച്ചെടുത്ത തീയും അതുതന്നെയായിരുന്നു. നായിക് ഷെഹ്റാസ് ഒരിക്കലും വിനോദമോ ആഡംബരമോ ആഗ്രഹിച്ചിരുന്നില്ല. രാഷ്ട്രത്തെ സേവിക്കാനുള്ള ആഴമായ അഭിനിവേശമാണ് അദ്ദേഹത്തെ നയിച്ചത്. ഈ കഥ നമ്മെ 2017 കൊണ്ടുപോകുന്നു. അന്ന് നായിക് ഷെഹ്റാസ് 33 രാഷ്ട്രീയ റൈഫിൾസിലെ തൻ്റെ കാലാവധി പൂർത്തിയാക്കി തൻ്റെ മാതൃ യൂണിറ്റായ 3 ജാറ്റ്ലിയിലേക്ക് മടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ ചൗക്കിബാൽ പ്രദേശത്തായിരുന്നു. കുപ്വാര വെറുമൊരു ജില്ലയല്ല, JKLFൻ്റെ സ്ഥാപകനായ മഖ്ബൂൽ ഭട്ട് ഒരിക്കൽ താമസിച്ചിരുന്ന അതേ പ്രദേശമാണിത്. കാശ്മീരിൽ ആദ്യമായി കല്ലെറിയൽ ആരംഭിച്ച അതേ സ്ഥലമാണിത്. കാശ്മീർ ഡിവിഷനിലെ 10 ജില്ലകളിൽ ഏറ്റവും സെൻസിറ്റീവായ 5 പ്രദേശങ്ങളിലൊന്നായി കുപ്വാര കണക്കാക്കപ്പെടുന്നു. 2017 നിരന്തരമായ തീവ്രവാദ പ്രവർത്തനങ്ങളും നീക്കങ്ങളും കാരണം കുപ്വാരയിലെ ചൗക്കിബാൽ പ്രദേശം വളരെ ഉയർന്ന അപകട സാധ്യതയുള്ളതായിരുന്നു. ജമ്മു കാശ്മീരിലെ പീർബഞ്ചൽ മേഖലയിൽ നിന്നുള്ള നായിക് ഷെഹ്റാസിന് വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും പ്രവർത്തിച്ച പരിചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേരുകൾ അദ്ദേഹത്തെ നന്നായി പരിശീലിപ്പിച്ചിരുന്നു. വേഗത്തിൽ മല കയറാനും പരുക്കൻ ഭൂപ്രദേശങ്ങളിലൂടെ ജാഗ്രതയോടെയും ഊർജ്ജസ്വലതയോടെയും സഞ്ചരിക്കാനും അദ്ദേഹം ശീലിച്ചിരുന്നു. ഈ പ്രാദേശികമായ അറിവും അനുഭവവും അദ്ദേഹത്തിനും സംഘത്തിനും വലിയ ശക്തിയായി മാറി. അദ്ദേഹം അപകടകരമായ സമയങ്ങളിൽ ജനങ്ങളെ സംരക്ഷിക്കാനും മുന്നിൽ നിന്ന് നയിക്കാനും തൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചു. 2017 നായിക് ഷെഹ്റാസ് തൻ്റെ യൂണിറ്റിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ചൗക്കിബാൽ പ്രദേശത്തെ സ്ഥിതി വളരെ പിരിമുറുക്കപരമായിരുന്നു. അദ്ദേഹം തിരിച്ചെത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ എലൈറ്റ് ആക്രമണ സംഘമായ ഘാതക് പാർട്ടിയുടെ ഭാഗമാക്കി. ആ ഒരു ദിവസം ഷെഹ്റാസിനെയും ഉയർന്ന പരിശീലനം ലഭിച്ച ഒരു കൂട്ടം സൈനികരെയും ഒരുമിച്ച് വിളിച്ചു വരുത്തി. ചൗക്കിബാൽ വനമേഖലയിലേക്ക് പതിവായി പതിയിരുന്ന് ആക്രമണം നടത്തണമെന്ന് അവരോട് അറിയിച്ചു. ആ രാത്രി 8 മണിയോടെ മാറാൻ അവരോട് ആവശ്യപ്പെട്ടു. മരവിക്കുന്ന തണുപ്പായിരുന്നു, അസ്ഥികളെ ഐസ് പോലെ തോന്നിപ്പിക്കുന്ന തണുപ്പ്. അതിനു പുറമെ കട്ടിയുള്ള മൂടൽമഞ്ഞ് പ്രദേശം മുഴുവൻ മൂടിയിരുന്നു. ഇത് ദൃശ്യപരത വളരെ മോശമാക്കി. എന്നിട്ടും ഘാതക് പാർട്ടി അവരുടെ ഉപകരണങ്ങൾ തയ്യാറാക്കി നിശബ്ദമായി കാട്ടിലേക്ക് നീങ്ങി. മൂടൽമഞ്ഞ് വളരെ സാന്ദ്രമായിരുന്നു, കുറച്ചടി മുന്നോട്ട് പോലും കാണാൻ കഴിയുന്നതായിരുന്നില്ല. തണുപ്പ് കഠിനമായിരുന്നു. അവരുടെ കൈകൾ അവരുടെ ശരീരവുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്തതുപോലെ മരവിച്ചിരുന്നു. കാട്ടിലെത്തിയ ഉടൻ തന്നെ സംഘം പെട്ടെന്ന് തന്നെ തങ്ങളുടെ സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് പതിയിരുന്ന് ആക്രമണം തുടങ്ങി. എന്നാൽ താമസിയാതെ ഒരു കനത്ത കൊടുങ്കാറ്റ് ആരംഭിച്ചു. കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ശക്തമായ കാറ്റ്
മരങ്ങൾക്കിടയിലൂടെ വീശാൻ തുടങ്ങി. ചില മരങ്ങൾ കടപുഴുതു വീണു. സംഘത്തിലെ നിരവധി സൈനികർക്ക് പരിക്കേറ്റു. ഇതിനിടയിൽ നായിക് ഷഹറാസിനും ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ കാൽ വഴുതി കാട്ടിൽ മറഞ്ഞിരിക്കുന്ന ഒരു തകർന്ന കുഴിമാടത്തിലേക്ക് അദ്ദേഹം വീണു. തന്റെ എല്ലാ സഹപ്രവർത്തകരെ അപേക്ഷിച്ച് ഏറ്റവും മോശമായ പരിക്ക് അദ്ദേഹത്തിന് സംഭവിച്ചു. പരിക്കേറ്റിട്ടും ഷഹറാസ് ധൈര്യത്തോടെ നിന്നു, ധീരതയോടെ നിന്നു. ആ രാത്രി മുഴുവൻ അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം ശാന്തനും ജാഗ്രതയോടെയും ആ തകർന്ന കുഴിമാടത്തിനുള്ളിലിരുന്നു. നേരം പുലർന്നപ്പോൾ അദ്ദേഹം ചുറ്റിനും നോക്കി. രാത്രി മുഴുവൻ താൻ എവിടെയായിരുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി. താൻ വീണുപോയ കുഴിമാടത്തിൽ ഒരു പഴയ നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നു. മുഹമ്മദ് റാഷിദിന്റെ മകൻ മുഹമ്മദ് ഇക്ബാൽ 1997 മരിച്ചു എന്നതിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇത് കണ്ട് ഷഹറാസ് കുലുങ്ങിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സഹതാരങ്ങൾ വളരെയധികം അസ്വസ്ഥരും ഭയന്നുപോയി. എന്നിരുന്നാലും നായിക് ഷഹറാസ് ഭയമോ വേദനയോ തന്നെ തളർത്താൻ അനുവദിച്ചില്ല. പകരം പരിക്കേറ്റ 2 സഹോദരന്മാരെ അദ്ദേഹം എടുത്തു. അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. സ്വയം പരിക്കേറ്റെങ്കിലും അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടുതൽ ശ്രദ്ധ. അവർ യൂണിറ്റിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കമാൻഡിംഗ് ഓഫീസർ നായിക് ഷഹറാസിൻ്റെ ധൈര്യത്തിനും ശക്തിക്കും അദ്ദേഹത്തെ പിന്തുണച്ചു, അദ്ദേഹത്തെ പ്രശംസിച്ചു. പരിക്കേറ്റ എല്ലാ സൈനികർക്കും അദ്ദേഹം ഉടൻ തന്നെ മെഡിക്കൽ അവധിക്ക് ഉത്തരവിട്ടു. എന്നാൽ നായിക് ഷഹറാസ് അവധിയെടുക്കാൻ വിസമ്മതിച്ചു. CEO അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് അവധി എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ലളിതമായി മറുപടി നൽകി. സർ, നമ്മൾ ഗ്ലാസ് പോലെ ആയിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും നമ്മെ തകർക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അവരെ മുറിച്ചു കടക്കണം. ഒരു ചെറിയ കൊടുങ്കാറ്റ് എനിക്കൊന്നുമല്ല. എൻ്റെ ശക്തിയും ആരോഗ്യവും ഈ യൂണിഫോമിൽ നിന്നാണ്. എനിക്ക് അവധി ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഡ്യൂട്ടി തുടരണം. ഈ വാക്കുകൾ എല്ലാവരിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. ധീരനും നിസ്വാർത്ഥനും ഭയത്തിനു മുന്നിൽ കുലുങ്ങാത്തവനുമായ ഒരു പട്ടാളക്കാരൻ്റെ കഥ അതിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ്. നായിക് ഷഹറാസിൻ്റെ ധൈര്യം കണ്ടപ്പോൾ മുഴുവൻ യൂണിറ്റിൻ്റെയും മനോവീര്യം ഉയർന്നു. അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെ നോക്കിയപ്പോൾ എല്ലാവർക്കും കൂടുതൽ പ്രചോദനം തോന്നി. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ചോദിച്ചു, സാർ, നിങ്ങളുടെ സ്വന്തം കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടും നിങ്ങൾ സ്വയം രക്ഷിക്കാൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ആർമി മെഡിക്കൽ സംഘത്തിന് നിങ്ങളെ പരിക്കേറ്റ സുഹൃത്തുക്കളെ പരിചരിക്കാമായിരുന്നല്ലോ. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നമ്മുടെ സൈന്യം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. ഒരു യഥാർത്ഥ സൈനികൻ തന്നെക്കാൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നവനാണ്. ഇന്ത്യൻ സൈന്യത്തിൽ നമ്മെ ഒരു സൈനികനാക്കുന്നത് യൂണിഫോം മാത്രമല്ല, നമ്മുടെ മാനസികാവസ്ഥയും ചിന്താരീതിയുമാണ് എന്നതാണ് നമ്മുടെ സൈന്യം പഠിപ്പിക്കുന്നത്. ഈ സൈന്യത്തിൽ നമ്മൾ ജീവിക്കുന്നത് സേവാ പരമോ ധർമ്മ, സേവനമാണ് ഏറ്റവും ഉയർന്ന കടമ എന്ന വാക്കുകൾ അനുസരിച്ചാണ്. മറ്റുള്ളവരെ സേവിക്കുക എന്നതാണ് ഏറ്റവും വലിയ മതം. തകർന്ന ഒരു കുഴിമാടത്തിനുള്ളിൽ താൻ രാത്രി മുഴുവൻ ചെലവഴിച്ചത് എങ്ങനെയെന്നും അത് കണ്ടപ്പോൾ തൻ്റെ സഹപ്രവർത്തകരിൽ ചിലർ എങ്ങനെ ഭയന്നു പോയെന്നും അദ്ദേഹം പറയുന്നു. പുറത്തുള്ള പലരും സൈന്യത്തിലെ ജീവിതം രസകരമാണെന്ന് കരുതുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് സത്യമല്ല. വാസ്തവത്തിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ സൈനികർ എല്ലാ ദിവസവും അവരുടെ ജീവൻ പണയപ്പെടുത്തുന്നു. അവർക്ക് ഓരോ മിനിറ്റും ഒരു വെല്ലുവിളിയാണ്. അദ്ദേഹം കണ്ണുകളിൽ നോക്കി എല്ലാവരോടും പറഞ്ഞു, ആ ശവക്കുഴിയിലായിരുന്നപ്പോൾ എനിക്ക് ഭയം തോന്നിയില്ല. കാരണം ഒരു നല്ല പട്ടാളക്കാരനാകണമെങ്കിൽ എൻ്റെ ഭയങ്ങളെ പരാജയപ്പെടുത്തണമെന്ന് ഞാൻ നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു. ശത്രുക്കളെ കൊല്ലുക മാത്രമല്ല എൻ്റെ കടമ, ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്ന് വെറുപ്പ് നീക്കം ചെയ്യുന്നതും എൻ്റെ കടമയാണ്. കാരണം ഞാൻ ഒരു പട്ടാളക്കാരനാണ്. ഒരു പട്ടാളക്കാരൻ എല്ലാം സഹിക്കാൻ തക്ക ശക്തിയുള്ളവനാകണം, ധൈര്യത്തോടും ക്ഷമയോടും കൂടി. നമുക്ക് നായിക് ഷഹറാസ് അറപ്പിന് ഒരു സല്യൂട്ട് നൽകാം. ജയ് ഹിന്ദ്.